ഉം, അറിയാനാണ് ഞാൻ വിളിച്ചത്. ഉം. അപ്പൊ പറയൂ. എന്താ ആ. സ്വാമി എന്ന് പറഞ്ഞ അറിയോ? സ്വാമി ഏത് സ്വാമി സ്വാമി? എന്നൊക്കെ ഒരു ചെറിയൊരു കളിയാട്ട പ്രയോഗമുണ്ട്, കേട്ടിട്ടുണ്ട്? കഞ്ചാവ് അടിക്കുന്ന ആ ഹലോ ആ ആ ഈ കഞ്ചാവ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ സ്വാമി സ്വാമി എന്ന് പറയാം. അങ്ങനെ ഉം, ഒരു ചെറിയൊരു കളിയാട്ട പ്രയോഗം എനിക്ക് എപ്പോഴും ഉള്ളതാ. ഉം, സത്യത്തിൽ ഞാനത് ഉപയോഗിക്കാറൊന്നുമില്ല, അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഉം, അതിന്റെ പേരില് പോലീസുകാർ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്താ പരിപാടി, ഏതാ പരിപാടി എന്ന് ചോദിച്ചിട്ട്. എന്താണിപ്പോ എന്റെ മുഖത്ത് നോക്കുമ്പോ അവരെന്താ കാണുന്നത് എന്ന് എനിക്കറിയില്ല. ഉം, ചിലത് പറയും ഇയാളൊരു സാധനം കിട്ടോ, ഉം, ചോദിച്ചു അയാൾ ഉപയോഗിക്കുന്ന ആളാണ്, കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് പറയും. ഉം, എന്താണ് അവരെങ്ങനെ എന്നിൽ കാണുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഉം, എന്നിൽ അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ, എന്റെ ഈ എന്താ പറയാ ബോഡി ലാംഗ്വേജ്. ഉം, പക്ഷെ ഞാൻ ശ്രദ്ധിക്കുമ്പോ എന്റെ മുഖത്ത് നോക്കി എനിക്കൊന്നും കാണാനില്ല, ഉം, അതിന്റെ പ്രവർത്തനത്തിൽ എനിക്കിത് കാണാനില്ല. പക്ഷെ മറ്റുള്ളവർ എന്നോട് കളിയാക്കി പറയാറുണ്ട്, ഉം, ഇന്ന് രാവിലെ ഏതാ വിളിച്ചത്, എത്രണ്ണം വിളിച്ചു, നേരം വിളിച്ചാകുമ്പോ തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയും. ഉം, ചിലവർക്കാണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു കലിയാണ്, ഉം, അങ്ങോട്ട് കയറാനേ പറ്റില്ല, എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നിനും പറ്റില്ല. അങ്ങോട്ട് എന്നെ അറിയില്ലെങ്കിൽ പോലും എന്നെ ഇങ്ങോട്ട് കയറി ചീത്ത പറയാൻ തുടങ്ങും. ഉം, ഭയങ്കര ഇറിറ്റേഷൻ മാതിരിയാണ് അവർ എന്നോട് സംസാരിക്കുക. എനിക്ക് ആ ഒരു പരിചയം ഉണ്ടാവില്ല. ഉം, ഞാനിപ്പോ എന്റെ ജോലി കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ പോലും അബദ്ധത്തിൽ ആരുടെയെങ്കിലും മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവരങ്ങോട്ട് തുടങ്ങി ഒരു ഭയങ്കര ചീത്ത വിളി. ഉം, ഞാനിങ്ങനെ കൂളായിട്ട് കേൾക്കല്ലേ, വേറെ മാർഗമില്ല. ഉം, അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ എന്താണ് ഇപ്പൊ അവർ എന്നിൽ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉം, ഭയങ്കര ചീത്ത വിളിയാണ്. ഉം, ചിലർ പരമാവധി എന്നോട് സംസാരിക്കാണ്ട് എന്നെ വിട്ടുപോകും. ഉം, പെട്ടെന്ന് അവർക്ക് ഇതാവില്ല. പക്ഷെ ക്രമേണ തല്ലുകൂടിയിട്ടോ പിന്നെ ക്രമേണ നമ്മൾ അത്യാവശ്യം പോയല്ലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കണ്ട് 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 പരിചയമാകുമ്പോഴാണ് പിന്നെയാണ് ഈ ഒരു സ്വാമി വിളി തുടങ്ങുക. ഉം, ആ എന്റെ എത്രണ്ണം വലിച്ചു, പിന്നെ സ്ഥിരം പരിപാടി എന്നൊക്കെ ചോദിക്കും. ഉം. ചിലവർക്കൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല, ചിലർ സൗഹാർദ്ദ രൂപത്തിലൊക്കെ കാണും. എന്റെ കൂട്ടുകാരൊക്കെ പറയും, എന്താ പർണശാലയുടെ പരിപാടി ഇന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് വന്ന് നോക്ക്, ഉം, കണ്ടു നിൽക്കുകയാണെങ്കിൽ നോക്ക് എന്നിട്ട് പറയും. ഉം, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക തരത്തില് ഒരു എന്താ പറയാ ഒരു ഭവിഷ്യത്തുകളാണ്. ഉം. അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മുടെ ജോലിയും കാര്യങ്ങളായിട്ട് മുന്നിലേക്ക് പോണ സമയത്ത് അവർക്ക് എന്തോ എന്നിൽ വേറെന്തോ ഒരു തരത്തിലാണ്. ശരി, എന്തിനാ ഇപ്പൊ വിളിച്ച കാര്യം പറയൂ. അപ്പൊ ഇതന്നെ പ്രശ്നം, ഞാൻ പറഞ്ഞത് വേറൊന്നുമില്ല. അപ്പൊ ഞാനെന്ത് ഈ ചെയ്യാനാണ്? ഒരു എനിക്ക് എങ്ങനെ നമ്മുടെ അത് പരിഹരിക്കാൻ പറ്റും? എനിക്ക് നിങ്ങളെ അറിയാനില്ലല്ലോ. എനിക്ക് അതാ നിങ്ങളറിയില്ല ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ വീഡിയോസ് ഒക്കെ കാണുമ്പോഴൊക്കെ എല്ലാവരും പ്ലസ് പോയിന്റ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അത് നിങ്ങൾ ഈ ദിവ്യമായിട്ടുള്ള അനുഭൂതി നിങ്ങളുടെ കണ്ണുകളിലുണ്ട്. നിങ്ങളതിങ്ങനെ രണ്ടിനും ഒരേ കണ്ണാ ഉണ്ടാവുക. വെച്ചാല് പിന്നെ ഈ അനുഭൂതി ഉള്ളില് ഉണ്ടെങ്കിലും കഞ്ചാവ് അടിക്കുമ്പോഴുള്ള അനുഭൂതിയും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ആളുകൾക്ക് അങ്ങനെ തോന്നാണ്. മനസ്സിലായില്ലേ? ഒരു യോഗിയുടെ കണ്ണുകളില് ആ ദൈവികതയായിരിക്കും. ഈ ലോകത്തിന്റെ ഭാവങ്ങളല്ല ആ കണ്ണിലുണ്ടാവുക. കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ രണ്ട് കണ്ണും ഒരേപോലെ ആയതുകൊണ്ട് നിങ്ങൾ കാണുമ്പോ പിന്നെ അത്യാവശ്യം മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടാവും, താടിയൊക്കെ ഉണ്ടാവും. ഞാൻ ക്ലീൻ ഷേവ് ആണ്, കാരണം നമ്മുടെ ജോലി എങ്ങനെയാണല്ലോ. എന്താ ജോലി? ഞാൻ ബ്ലേഡില് ഷെയിൻ ബ്ലേഡ് ഇല്ലേ, അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഈ താടിയും മുടി നിൽക്കാൻ പറ്റില്ല. കണ്ണുകൾ അങ്ങനെ ആയതുകൊണ്ടും പിന്നെ അപ്പൊ ആ പെരുമാറ്റം അങ്ങനെ വളരെ ലളിതമായിരിക്കും. ഈഗോ ഇല്ലാത്ത പെരുമാറ്റമായിരിക്കും. അപ്പൊ ആളുകൾക്ക് തോന്നുകയാണ് കഞ്ചാവ് അടിച്ചിട്ടാണ്. അപ്പൊ അത് പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പൊ ഇപ്പൊ നിങ്ങളപ്പോ സാധനയില് രംഗപ്രവേശം മാറ്റം കിട്ടുമോ? സാധനയില് ആളുകൾ ചെയ്യുന്നത് ഇത് അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതൊന്നും മാറാനല്ല. ഞാനതാണ് ആ കോഴ്സിന് എന്തെങ്കിലും ക്വാളിറ്റി വേണോ ചോദിച്ചപ്പോ ക്വാളിഫിക്കേഷൻ ശ്വാസം മാത്രം മതി എന്നതാണ്. എന്നിട്ട് തിരിയും ചിരിച്ചു. അതെ,
ഇതില് വേറെ ക്വാളിറ്റിയുടെ കാര്യമൊന്നും ക്വാളിഫിക്കേഷന്റെ കാര്യമൊന്നുമില്ല. ശ്വാസം വിടുന്ന ആൾക്കാർ ചെയ്യുന്നതാണ് പ്രാണായാമം. ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ കിട്ടുമോ? മാറ്റം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം ഇതൊന്നും ഇല്ലാതാവുമല്ല, ഇത് കൂടും. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഞാനാ ഒരു ഇതൊക്കെ കണ്ടപ്പോ ഒരാൾ പറഞ്ഞു, നമ്മൾ ശനിയൊക്കെ കഴിയാനായി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ നിങ്ങൾ ചികിത്സിച്ചാലൊന്നും മാറാൻ പോകുന്നില്ല, പല രീതിയിൽ വല്ല മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു നോക്കുന്നു, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരാലോ എന്ന് കരുതിയിട്ട് ഞാൻ സാറുടെ മറ്റേ പ്രാണായാമത്തിന്റെ അധ്യായം ഉണ്ടല്ലോ, ഞാനങ്ങനെ വെറുതെ ഒന്ന് ചെയ്തു നോക്കി. അതിലപ്പോ കുംഭകം ചെയ്ത ശേഷം പിന്നെ അമ്മ ഭയങ്കര ദേഷ്യം എന്നോട്. എന്താ നീ ഭയങ്കര കാം ആൻഡ് കൂൾ ആയിരുന്നല്ലോ, ഇപ്പൊ എന്താ നീ ചൂടാവുന്നത്? കുംഭകം അങ്ങനെ എല്ലാവർക്കും ചെയ്യാനുള്ളതല്ല. വെറുതെ ശ്വാസം അങ്ങനെ 5 മിനിറ്റ് പിടിച്ചു നിർത്തും, പിന്നെ ഇട്ട ശേഷം വീണ്ടും 5 മിനിറ്റ് നിർത്തി പിന്നെ വീണ്ടും ബി പി കൂടും. അപ്പൊ പിന്നെ എനിക്ക് പേടിയായി. അപ്പൊ പിന്നെ അവിടെ ചോദിച്ചിട്ട് ചെയ്യപ്പോ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്, സമയം തരുമോ ചോദിച്ചിട്ട്. അപ്പൊ അതാണ് സംഭവം, വേറെ ഒന്നുമല്ല. ഓക്കെ, എനിക്ക് കൂടുതൽ ഇനി സമയമില്ല, ഒരുപാട് ആൾക്കാർ വിളിച്ചോണ്ടേ ഇരിക്കും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതാണ് സംഭവം. ആയിക്കോട്ടെ. അത് മുൻകാലങ്ങളൊക്കെ ഉണ്ടാവുമോ? അതങ്ങനെ മുൻജന്മങ്ങളങ്ങ് ഉണ്ടാവുമോ? നിങ്ങൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ പ്രാണായാമ അയച്ച ക്ലാസ്സിൽ വന്നു, നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് തന്നു. അപ്പൊ പിന്നെ വേണമെങ്കിൽ അത് ചേർന്നോളൂ കേട്ടോ. ശരി, ഓക്കെ. ഞാനിപ്പോ ഇതെങ്ങനെ മാറ്റം വരുമോ എന്നറിയാനാ ചോദിച്ചു. മാറ്റം വരും, നല്ല മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇത് ഉള്ളത് ഒഴിവാകാൻ പറ്റില്ല. നോക്കുന്ന കണ്ണൊന്നും മാറി കിട്ടില്ലല്ലേ? ഇല്ല. അവർക്കെന്തോ അങ്ങനെയാണ് ഇപ്പൊ എന്നോട് അങ്ങനെ പെരുമാറുമ്പോ. ഓക്കെ. വെറുതെ എന്താ പറയണ്ട, ജീവിതത്തിൽ തന്നെ എപ്പോഴും തിരക്കിന്റെ ഇടയിൽ പോയി ഞാൻ. ശരി, അത് വെറുതെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാനുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ. അമിതമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കം തൂങ്ങൽ, ഉറക്കമില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ, അമിതമായ കോപം, കൂർക്കം വലി തുടങ്ങിയ അനേകം അസുഖങ്ങൾ സ്വയം പരിഹരിക്കാം ദിവസവും അരമണിക്കൂർ പ്രാണായാമ അഭ്യസനത്തിലൂടെ. ഏകദിന പ്രാണായാമ പരിശീലനം ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9:30 വരെ. താല്പര്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക.